ഇവിടെ ഒരു സോൾജറെ കയ്യിലൊരു റോക്കറ്റ് ലോഞ്ചർ എടുത്ത് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലെ മിലിറ്ററി ടാങ്ക് എയിം ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ടാങ്കിന്റെ ഉള്ളിലുള്ള സോൾജറും പുറത്തുള്ള സോൾജറും ആരാ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നതെന്ന് നോക്കി നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് മുകളിൽ ഒരു പ്രാവ് വന്ന് ഹെൽമെറ്റ് തട്ടി താഴേക്ക് ഇട്ടതും അതൊരു മെറ്റൽ പാത്രത്തിൽ വീണ് സൗണ്ട് കേൾക്കുന്നു. അപ്പൊ അടുത്ത സെക്കൻഡിലെ സോൾജേഴ്സ് ആരോ ഷൂട്ട് ചെയ്തെന്ന് വെച്ച് രണ്ടുപേരും വെടിയുതിർക്കാണ്. നോക്കുമ്പോൾ റോക്കറ്റ് ലോഞ്ചർ പിടിച്ചു നിന്ന സോൾജറിന്റെ പുറകിലത്തെ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നു. അപ്പൊ ടാങ്കും കൊണ്ട് നിന്ന സോൾജറിന്റെ ടാങ്കിലെ ബാരൽ മാത്രം വളഞ്ഞു പോവാണ്. പക്ഷെ ബാരൽ വളഞ്ഞത് സോൾജർ കണ്ടില്ലായിരുന്നു. പിറ്റേന്ന് അവൻ അത് കണ്ട് ഷോക്ക് ആവുകയാണ്. ശേഷം സോൾജർ ടാങ്കിന്റെ പുറത്ത് കയറി നിന്ന് ബാരൽ സ്ട്രെയിറ്റ് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ സോൾജർക്ക് വേറെ വഴിയില്ലാതെ പൊട്ടിയ ബാരലും കൊണ്ട് വേണം മിലിറ്ററി ബേസിലേക്ക് പോകാൻ. പക്ഷെ പോകുന്ന വഴിയിൽ എനിമീസിന്റെ ബോർഡർ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ എല്ലാം കടന്ന് സുരക്ഷിതമായിട്ട് വേണം ബേസിൽ എത്താൻ. അങ്ങനെ അവൻ പോയിക്കൊണ്ടിരുന്നപ്പോ എനിമികളുടെ ഒരു ഫൈറ്റർ ജെറ്റ് സോൾജറിന്റെ ടാങ്ക് നോക്കി ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട സോൾജർ ഒരു മെഷീൻ കണ്ടെടുത്ത് ചറപറ ജെറ്റിന് നേരെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ജെറ്റിന്റെ വിങ്സിൽ ഹോള് വീണ് അതിന് പറക്കാൻ പറ്റാതെ താഴേക്ക് ലാൻഡ് ആകുന്നു. അപ്പൊ ആ ഗ്യാപ്പ് യൂസ് ചെയ്ത് സോൾജർ ടാങ്കും കൊണ്ട് ഫൈറ്റർ ജെറ്റിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇത് കണ്ട പേടിച്ച എനിമീസ് വേഗത്തിൽ ജെറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പോവാൻ നോക്കുന്നു. പക്ഷെ അപ്പോഴേക്കും സോൾജർ ജെറ്റിനെ ആ വളഞ്ഞ ബാരൽ വെച്ച് ഇടിച്ച് പൊട്ടിക്കുകയാണ്. അങ്ങനെ ജെറ്റിന് പറക്കാൻ പറ്റാതെ എനിമീസ് തറയിൽ കൂടി പ്ലെയിൻ ഓടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഫ്ലൈറ്റ് ഒരു തകർന്ന ബ്രിഡ്ജിൽ കൂടി താഴേക്ക് വീഴാണ്. പാകത്തിന് സോൾജർ ടാങ്കിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വീഴാതെ രക്ഷപ്പെടുന്നു.